ഹലോ ഫോക്സ്, വെൽക്കം ബാക്ക് ടു ഷഹനാസ് ഇൻ വണ്ടർലാൻഡ്. ഇന്ന് വിഷു ആണ്. ഹാപ്പി വിഷു ഫോക്സ്. വിഷു എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഓർമ്മ വരിക? കന്നിക്കൊന്ന പൂക്കൾ, എന്തായാലും ആ മഞ്ഞ പൂക്കൾ കൃഷ്ണൻ്റെ അരിഞ്ഞാണാണെന്നാണ് പറയുക. അതൊരു കഥ ഞാൻ വായിച്ചിട്ടുണ്ട് എവിടെയോ. കൃഷ്ണൻ്റെ അരിഞ്ഞാണം വീണപ്പോൾ അവിടെ കുടുങ്ങിയിട്ടാണ് അവിടെ ഇങ്ങനെ ഈ പൂക്കളുണ്ടായത്. എന്ത് രസമാണ് അത് കേൾക്കാൻ അല്ലേ? ശരിക്കും നമുക്കത് നോക്കുമ്പോൾ അങ്ങനെ തന്നെയല്ലേ തോന്നുക, എനിക്കങ്ങനെ തോന്നുക. പിന്നെ വിഷു ആണ്. വിഷു ഓർക്കുമ്പോൾ പടക്കം പൊട്ടുന്ന സൗണ്ട്സും, പിന്നെ നെയ്യപ്പം, പായസം, അടിപൊളി സദ്യ, പിന്നെ കേരള സാരിയൊക്കെ ഉടുത്ത് സെറ്റ് മുണ്ടും കുർത്ത മുണ്ടും ഒക്കെ ഉടുത്ത് എല്ലാവരും അണിഞ്ഞൊരുങ്ങി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹ കുടുംബം എല്ലാവരും കൂടി ചേർന്ന്, ഫ്രണ്ട്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് ആഘോഷിക്കുന്നൊരു ഉത്സവം പോലെ ഒരു ഫെസ്റ്റിവലാണ് വിഷു. നമ്മളെപ്പോഴും കാത്തു നിൽക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് വിഷു. വിഷു, ഓണം, ഈദ്, ക്രിസ്മസ്, വലിയ പെരുന്നാൾ, ചെറിയ പെരുന്നാൾ, ഇതൊക്കെ നമ്മൾ കേരളീയർക്ക് എല്ലാം ഒരുപോലെയാണ് അല്ലേ? അപ്പോൾ വിഷു ആണ് നമുക്ക് കേരളീയർക്ക് ഒരു ശരിക്കും കേരളത്തിൻ്റെ ഒരു ഫെസ്റ്റിവലാണ്. ഒരു പ്രത്യേക കമ്മ്യൂണിറ്റീൻ്റെ ഒന്നും പറയാൻ പറ്റില്ല. അതാണ് നമ്മൾ കേരളം ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ്സിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്നത്. നമ്മളെല്ലാ ഫെസ്റ്റിവൽസ് എന്ത് രസമായിട്ടാണ് ആഘോഷിക്കുന്നത്. ഇലകൾ റെഡിയാണ്, പായസം റെഡിയാണ്, ചെറുപയർ പരിപ്പ് ശർക്കര പായസം ഒക്കെ റെഡിയാണ്. സദ്യ വരാനുണ്ട്. കപ്പയും കൂട്ടറും നിന്നാണ് സദ്യ വരാനുള്ളത്. സദ്യ ഒരുക്കിയിട്ട് ഇനിയും കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, ഹോപ്പ് എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട് വിഷു. ഇപ്രാവശ്യം വിചാരിച്ച് കപ്പയും കൂട്ടറും നിന്ന് സദ്യേൻ്റെ പരസ്യം കണ്ടല്ലോ, അപ്പോൾ അത് വാങ്ങിയിട്ട് എങ്ങനെയുണ്ട് നോക്കാമെന്ന് വെച്ച്. അപ്പോൾ ഞാൻ ഒരുക്കിയിട്ട് ഇനി കാണിച്ചു തരുന്നുണ്ട്. എന്തായാലും അത് ഗംഭീരമായിരിക്കും. അവിടുത്തെ ഫുഡ് ഭയങ്കര ഗംഭീരമാണ്. അവിടുത്തെ ബീഫൊക്കെ ഭയങ്കര സൂപ്പർ ഹിറ്റാണ്. പക്ഷെ ഇന്ന് ബീഫ് ഒഴിവാക്കി, പിന്നെ ബാക്കിയൊക്കെയാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. കപ്പയും കൂട്ടറിൻ്റെ സദ്യയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഹലോ, ഡോക്ടർ നിഷാന്ത് അല്ലേ? കപ്പയും കൂട്ടറിന് ഓർഡർ ചെയ്ത സദ്യയാണ്.